ഹായ് എല്ലാവർക്കും നമസ്കാരം. സിനിമാറ്റിക് സ്റ്റണ്ട് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ബേസിക് പഞ്ച്, അതുപോലെ അതിൻ്റെ റിയാക്ഷൻസ്, നമ്മുടെ ഫോളിങ്സ്, പിന്നെ ഒരു അഡ്വാൻസ് ലെവലിൽ നമ്മളൊരു ബീറ്റ് ടെസ്റ്റിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് പഞ്ചും അതായത് ഹുക്ക് പഞ്ച്, സ്ട്രൈറ്റ് പഞ്ച്, ആ രണ്ട് പഞ്ചിൻ്റെ 3 വേരിയേഷൻസ് ആണ്. അതായത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. കാരണം ചിലപ്പോൾ ഒരാൾ ചെറിയ രീതിയിലായിരിക്കും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇമ്പാക്റ്റ് അതുപോലെ ആവാൻ പാടുള്ളൂ. അതായത് ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യുന്ന ആൾ അതുപോലെ ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ ഞാൻ നല്ല പവറിൽ ചെയ്യുമ്പോൾ നല്ല പവറിൻ്റെ റിയാക്ഷൻ അവിടെ കൊടുക്കണം. കുറച്ച് പവറാണെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മളതിൻ്റെ മിഡിലുണ്ട്, ഇതിൻ്റെ രണ്ടിനിടയിലുള്ളൊരു പഞ്ചുണ്ട്, അതിൻ്റെ റിയാക്ഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൽ സേഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സേഫ്റ്റിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഞാൻ അതിന് മുമ്പ് പറയുന്നത് സേഫ്റ്റിയാണ് നോക്കേണ്ടത്. കാരണം നമ്മുടെ മുമ്പിൽ വരുന്നത് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിരിക്കാം, ഇനി ഫൈറ്റ് അറിയാത്ത ഒരാളായിരിക്കാം, പുതുമുഖമായിരിക്കും, ആരായിക്കോട്ടെ. നമ്മുടെ ഫൈറ്റേഴ്സ് എന്നുള്ള ലെവലിൽ ഫൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന ആളുകൾ സേഫ്റ്റി ആദ്യം നോക്കണം. അതിന് ശേഷം ഈ ടൈപ്പ് ഓഫ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അറിയാത്ത ഒരാളാണെങ്കിൽ ഇത് പറഞ്ഞ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ സിനിമ ഫൈറ്റ് ഇപ്പോൾ ഒരുപാട് ഫൈറ്റ് പടം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പേരിൽ ഒരു ടൈം പോയി പ്രൊഡ്യൂസർ സൈഡിലേക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടം ഉണ്ടാക്കാൻ നിൽക്കരുത്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ നോക്കണം. നമുക്കതിൽ സേഫ്റ്റിയുടെ ഭാഗത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളവിടെ കട്ട് പറഞ്ഞത് എന്താണെന്നുള്ളത് അവിടെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഹുക്ക് പഞ്ചിൻ്റെയും 3 വേരിയേഷൻസും സ്ട്രൈറ്റ് പഞ്ചിൻ്റെ 3 വേരിയേഷൻസാണ്. ഞാനിവിടെ ഹുക്കെന്നും സ്ട്രൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ മാർഷൽ ആർട്സ് ആയിട്ട് തോന്നും. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് അറ്റാക്കിനെയും നമുക്ക് അതേ റിയാക്ഷൻ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ സ്ലാപ്പ് ആയിക്കോട്ടെ, പഞ്ചായിക്കോട്ടെ, എന്തായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. വരും വീഡിയോകളിൽ അതിൻ്റെ ഡീറ്റെയിൽ പിന്നെയും പോയിക്കൊണ്ടിരിക്കും. കിക്കിൻ്റെ ഇതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ഇവിടെ ഒരു 2 ടൈപ്പ് ഓഫ് പഞ്ച് അറിയാലോ, ഹുക്ക് പഞ്ച് ആൻഡ് സ്ട്രൈറ്റ് പഞ്ച്. അതിൻ്റെ 3 വേരിയേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് കുറച്ച് നമുക്ക് അഭിനയം കൂടി വേണം. നമുക്ക് റിയാക്ഷൻസ്, നമ്മൾ കൊടുക്കുന്ന റിയാക്ഷൻസ് ആണ് ഇയാളെ പഞ്ചിൻ്റെ ഒരു ജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം, എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കാണാം ഇന്തോനേഷ്യൻ മൂവികൾ, അതുപോലെ കൊറിയൻ പടത്തിലൊക്കെ സഡൻ റിയാക്ഷൻ ആയിരിക്കും. അതായത് സഡൻ റിയാക്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് സഡൻ റിയാക്ഷൻ എന്നുള്ളത്? മലയാള സിനിമയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ഇത് രണ്ടും മിക്സ് ആയിട്ടുള്ള ഫൈറ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഇത് നമ്മുടെ അപ്പോൾ നമുക്ക് റിയാക്ഷൻസിൻ്റെ ഇത് കാണിക്കും കോട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് സഡൻ റിയാക്ഷൻ നോക്കാം. സഡൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിനും എൻഡിങ്ങിനും ഇടയിലുള്ളൊരു പോർഷൻ ആയിരിക്കും. അതായത് ഇയാൾ അടുത്ത അറ്റാക്കിന് ഇയാൾക്കൊരു ടൈം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പഞ്ച് ചെയ്യും, സഡൻ റിയാക്ഷൻ ആയിരിക്കും. 3, 2, 1 ആക്ഷൻ. ഇതാണ് സഡൻ റിയാക്ഷൻ. അതായത് ഞാൻ പഞ്ച് ചെയ്ത് റിയാക്ട് ചെയ്ത് സെയിം പൊസിഷനിലേക്ക് വരുന്നതാണ് സഡൻ റിയാക്ഷൻ. ഇനി ഇതൊരു മിഡിൽ റിയാക്ഷൻ ഉണ്ട്. അതായത് ഫെയിലും അല്ല, എന്നാൽ അയാൾക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഏകദേശം ഒരു ബോഡി ഓക്കെ ആയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. 3, 2, 1 ആക്ഷൻ. ഓക്കെ, ഇത് ഒരു മിഡിൽ റിയാക്ഷൻ. അതായത് സഡൻ റിയാക്ഷൻ്റെയും ഫെയിൽ റിയാക്ഷൻ്റെ ഇടയിലുള്ള ഒരു റിയാക്ഷനാണ്. ഇനി ഫെയിൽ റിയാക്ഷനാണ്. അതായത് ഞാൻ ഇടിച്ച് ഇയാൾ ഏകദേശം ഫെയിലായി തുടങ്ങി എന്നുള്ളത് കാണിക്കുന്ന റിയാക്ഷനാണ്. സെയിം പഞ്ച് തന്നെ, ഹുക്ക് പഞ്ച്. 3, 2, 1 ആക്ഷൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഡിസ്റ്റൻസാണ്. ഇടി ഒരിക്കലും ആളുകൾക്ക് കൊള്ളരുത്. നമ്മളപ്പോൾ അതിന് വേണ്ടി ഒരു സേഫസ്റ്റ് ഒരു മെത്തേഡ് നമ്മളിതിൽ റിവീലാക്കാൻ പോവുകയാണ്. നമ്മളിവിടെ നമ്മുടെ ഇത് ക്ലഞ്ച് ചെയ്ത് പിടിക്കുകയാണല്ലോ, നമ്മളിങ്ങനെയാണല്ലോ ഇടിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ പവറില്ലാത്ത രീതിയിൽ ഒരു ഹോള് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അഥവാ ഇയാൾക്കൊരു അടി അഥവാ കൊണ്ടു കഴിഞ്ഞാൽ കൂടിയിട്ട് ഇയാൾക്ക് പെയിൻ ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് എത്ര കലത്തിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മുടെ ടൈമിങ്ങും ഡിസ്റ്റൻസും നമ്മൾ പക്കയായിട്ട് ചെയ്യണം. കാരണം ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ വളരെ വിഷയം ഉണ്ടാവും ലൊക്കേഷനിൽ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 3 റിയാക്ഷൻ ഞങ്ങൾ ഒരുമിച്ച് കാണിക്കുകയാണേ. അപ്പോൾ 3, 2, 1 ആക്ഷൻ. ആദ്യം സഡൻ റിയാക്ഷൻ, മിഡിൽ റിയാക്ഷൻ, ഫെയിൽ റിയാക്ഷൻ. 3, 2, 1 ആക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര പഞ്ച് ചെയ്യുന്നു അതിൻ്റെ ഈക്വൽ റിയാക്ഷൻ ഇയാൾ ചെയ്താലാണ് ഈ പഞ്ച് നമ്മൾ ഇമ്പാക്റ്റിൽ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് തന്നെയാണ് നമുക്ക് സ്ട്രൈറ്റ് പഞ്ചിൽ ആവശ്യം വരാം. ഇപ്പോൾ സ്ട്രൈറ്റ് പഞ്ചിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സ്ട്രൈറ്റ് പഞ്ച് അറിയാലോ, നമ്മൾ ഇപ്പോൾ ഹുക്ക് പഞ്ച് ഇങ്ങനെ കണ്ടു, അതുപോലെ തന്നെയാണ് സ്ട്രൈറ്റ് പഞ്ച്. സ്ട്രൈറ്റ് പഞ്ച് നമുക്ക് ഈ ലെവലിലാണ് വരുന്നത്. ഓക്കെ, ഇവിടുന്ന് തന്നെ എടുത്ത് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമുക്കതൊരു നാടൻ തല്ലാണെങ്കിൽ നമുക്ക് ഈ ഹുക്ക് മാറ്റി ഇവിടെ സ്ലാപ്പ് ആവുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. റിയാക്ഷൻസ് സെയിം തന്നെയാണ്. അറ്റാക്കിൻ്റെ നമ്മുടെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ അറ്റാക്ക് വരുന്ന രീതി എല്ലാം സെയിം ആണ്. സ്ലാപ്പ് ആണെങ്കിലും സ്ലാപ്പ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പടത്തിലൊക്കെ നമുക്ക് സ്ലാപ്പായിരിക്കും വരാം. ഓക്കെ,
അതെന്താ അറ്റാക്ക് എന്തായിക്കൊള്ളട്ടെ ഡിസ്റ്റൻസും റിയാക്ഷൻസും സെയിം ആയിരിക്കും. കാരണം ഇത് ഹുക്കാണെങ്കിൽ ഇത് സ്ലാപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് പഞ്ചിൻ്റെ ഈ 3 റിയാക്ഷൻസ് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ കാണുന്നത് സഡൻ റിയാക്ഷനാണ്. ഓക്കെ, ഇത് സഡൻ. ഇനി ഇതിൻ്റെ മിഡിൽ റിയാക്ഷൻ കാണിക്കാം. ഓക്കെ, 3, 2, 1 ആക്ഷൻ. അപ്പോൾ നമ്മളും കുറച്ച് ടയർഡായി കാണിക്കണം. ഇനി ഇവിടെ ഫുൾ എനർജി ഇവിടെ ഇയാൾ ഫെയിൽ ആവും തുടങ്ങുന്നുള്ള സംഭവമാണ്. 3, 2, 1 ആക്ഷൻ. ഓക്കെ, നമുക്കിവിടെ ഇപ്പോൾ റിയാക്ഷൻസ് ആണ്. ഇത് നമ്മൾ ഫോൾ ഉപയോഗിച്ചും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോകളിലാണ് ഇത് ഫോളിലൂടെ എങ്ങനെ ഇത് കണക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് കിക്കും പഞ്ചും ഫോളും ഒരു എല്ലാം കൂടി ഒരു കോംബോ വരുമ്പോഴാണ് നമുക്കൊരു കൊറിയോഗ്രഫിയിലേക്ക് മാറുന്നത്. അപ്പോഴാണ് കൊറിയോഗ്രഫിക്ക് ടൈമിങ് കിട്ടുള്ളൂ. കാരണം ഒരു ആർട്ടിസ്റ്റിൻ്റെ ടൈമിങ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു റൺ ചെയ്തുകൊണ്ട് ഇയാളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ കൂടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഞാൻ മുമ്പ് വീഡിയോകൾ പറഞ്ഞ പോലെ തന്നെ 1 feet 6 inch ആ ഒരു ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്താലാണ് നമുക്ക് ഈ ടൈപ്പ് ഓഫ് അറ്റാക്ക് എല്ലാം മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് സ്ലാപ്പ് വെച്ചിട്ടോ, ഇപ്പോൾ ഞാൻ പറയട്ടെ, സ്ലാപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് കൈ ഇങ്ങനെ ഓപ്പൺ ആവുന്നുള്ളൂ. അറ്റാക്ക് ഇതേ ഡിഗ്രി തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇങ്ങനെ ഈ ഫേസ് പഞ്ചാണ്. ഇതിന് നമുക്ക് ഈ 3 വേരിയേഷൻ ഇതിലും യൂസേജ് ആണ്. അപ്പോൾ സ്ലാപ്പിനും ഇത് യൂസ് ചെയ്യാം, സ്ട്രൈറ്റ് പഞ്ചിന് യൂസ് ചെയ്യാം. പിന്നും വേറെ പഞ്ചുകളുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല, അടുത്ത വീഡിയോകളിൽ ഇത് നമുക്ക് എന്തായാലും എല്ലാ പഞ്ചും ഒരുമിച്ച് എടുക്കുന്നതാണ്. കാരണം ഒരുമിച്ച് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റിയാക്ഷൻസ് ഒരിക്കലും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയതിനു ശേഷം മറ്റ് പഞ്ചിലേക്കും കിക്കിലേക്കൊക്കെ പോയിട്ട് കാര്യമുള്ളൂ. ഈ ജമ്പിങ് കിക്കിൽ റിയാക്ഷൻ മാറും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 3 കോംബോ ഒരുമിച്ച് കാണിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ കണ്ടൊക്കെ സ്ട്രെയിറ്റ്, അത് നമ്മുടെ ഫേസ് ലെവലിലുള്ള അറ്റാക്കുകളാണ്. ഇനി അത് സ്റ്റൊമക്കിലേക്കും അതുപോലെ നീയിലേക്കും വരുമ്പോൾ റിയാക്ഷൻസും നമ്മുടെ ബോഡിയുടെ ഒരു ലാംഗ്വേജൊക്കെ മാറും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹുക്ക് പഞ്ചിൻ്റെ 3 റിയാക്ഷൻസും സ്ട്രെയിറ്റ് പഞ്ചിൻ്റെ 3 റിയാക്ഷൻസും ഒരേപോലെ കാണിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഫസ്റ്റ് പൊസിഷനിലേക്ക് വന്നു. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു റൺ ചെയ്ത് വന്നുകൊണ്ട് ഞാൻ അയാളുടെ അടുത്തേക്ക് ഞാൻ ഓടി വരുമ്പോൾ ഈ ഡിസ്റ്റൻസ് പാലിക്കാൻ നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ 3, 2, 1 ആക്ഷൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അതായത് ഞാൻ ഇവിടെ അറ്റാക്ക് ചെയ്യുമ്പോഴും ഇയാളിവിടെ വെറുതെ നിൽക്കല്ല ചെയ്യുന്നത്. എന്നൊരു അറ്റാക്ക് ചെയ്യാൻ ഇയാൾ എക്സ്ട്രാ ശ്രമിക്കുന്നുണ്ട്. അതിന് നമ്മൾ മൈന്യൂട്ട് റിയാക്ഷൻ എന്ന് പറയും. അത് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് പുള്ളി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് സഡൻ റിയാക്ഷനാണ് കേട്ടോ, ഹുക്കിൻ്റെ. റെഡി, 3, 2, 1 ആക്ഷൻ. സഡൻ റിയാക്ഷനായി. ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ റിയാക്ഷൻ. ഇനി എൻ്റെ ഫുൾ എഫേർട്ട് ഇട്ട് ഞാൻ അടിക്കുകയാണ്, അയാൾ ഫെയിൽ ആവാണ്. ഫെയിൽ. ഇവിടെ നമുക്കൊരു ഫോളോ അല്ലെങ്കിൽ നോർമലായിട്ട് വീഴോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവിടെ. ഓക്കെ, ഇത് ഹുക്കിൻ്റെയാണ്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് പഞ്ചിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഇത് 3 കൂടിയിട്ടുള്ള ഒരു കോംബോ ഞാനിവിടെ കാണിക്കാം കേട്ടോ. ഓക്കെ, ഇത് 3 ഒരുമിച്ചാണ് വരുന്നത്. ആദ്യം ഹുക്കിൻ്റെ 3 സഡൻ, മിഡിൽ ഫെയിൽ, അതുപോലെ സ്ട്രെയിറ്റിൻ്റെ. ഓക്കെ, 3, 2, 1 ആക്ഷൻ. അപ്പോൾ നമ്മളിവിടെ 2 ടൈപ്പ് ഓഫ് പഞ്ച്, അതിൻ്റെ 3 വേരിയേഷൻ റിയാക്ഷനാണ് ഇവിടെ കണ്ടത്. ഇനി ഇതിൻ്റെ ഒരുപാട് ഇതിലും ഇനിയും വേരിയേഷൻസ് ഉണ്ട്. അത് സിറ്റുവേഷൻസും സാഹചര്യം അനുസരിച്ച് മാറും. ഇപ്പോൾ നമ്മളിവിടെ ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും സേഫ്റ്റിയുടെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹുക്കായിക്കൂടിയിട്ടും ചില സിറ്റുവേഷൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് റണ്ണ് ചെയ്ത് വരുമ്പോൾ പുള്ളി ഓവറായിട്ട് കയറും. അറിയാത്തൊരു ഫൈറ്ററൊക്കെ ആണെങ്കിൽ ഈ ഇത്ര ഡിസ്റ്റൻസിൽ പുള്ളി കയറും. അപ്പോൾ എൻ്റെ പഞ്ച് ഇവിടെ ഒരുപാട് കൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബോണസ് ടിപ്പായിട്ട് കരുതേണ്ടത്, ആൾ കയറുന്ന നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആളെ സേഫ് ആക്കാൻ വേണ്ടി നമ്മുടെ ബൈസിപ്സിൻ്റെ പോർഷൻ ഇത്ര അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി. പുള്ളി വന്ന് ഇതുമേ ആയിരിക്കും ടച്ച് ചെയ്യുക, ആൾക്ക് പരിക്കേൽക്കാണ്ട് രക്ഷപ്പെടാം. നമുക്ക് ഇത്ര ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ എത്ര പ്രാക്ടീസ് പോലെ. ഇതൊക്കെ എപ്പോഴും നമ്മൾ ഒരു കണ്ണാടി, ഒരു മിററൊക്കെ ഉണ്ടെങ്കിൽ അതിന് നേരെ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ നമ്മൾ തന്നെ സെൽഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ടൈമിങ് ശ്രദ്ധിക്കണം. എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം സേഫ്റ്റിയും കൂടി ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമേ നമുക്കിതെല്ലാം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഏറ്റവും മസ്റ്റായിട്ട് വേണം ഇതെല്ലാവരും ഒരു സ്റ്റണ്ട് മാസ്റ്ററിൻ്റെ കീഴിൽ ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സിനിമ ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്താലായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാത്ത പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ മുഖത്ത് എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ അയാളൊരു കണ്ടിന്യൂറ്റി ആർട്ടിസ്റ്റ് ആണെങ്കിൽ പല ഇഞ്ചുറീസും നമുക്ക് അതൊരു ആ സിനിമേനെ മൊത്തം ബാധിക്കുന്ന രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും സിനിമേനെ, ടോട്ടലി പ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. സേഫ്റ്റിയുടെ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം, ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡിസ്റ്റൻസ്.
അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എനർജി നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുൾ എഫേർട്ട് ഇട്ട് സ്റ്റിഫ് മാറണം. നമ്മൾ ഫുൾ പവർ മാർഷൽ ആർട്സ് പോലെ ഫുൾ പവറിലൊന്നും ഒരിക്കലും ഇത് ചെയ്യരുത്. ഏകദേശം നമ്മളൊരു അഭിനയമാണ് ഇവിടെ കാണേണ്ടത്. ഓക്കെ, വേണ്ട അത് ഏത് റിയാക്ഷനിൽ വന്നാലും നമുക്കത് ചെയ്യാൻ പറ്റണം. നമുക്ക് ഓപ്പോസിറ്റ് കൈ വെച്ചിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ രണ്ട് കൈയിലും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ രണ്ട് കൈയിലും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 1 2 3 കേട്ടോ. ഇപ്പോൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഞാനിപ്പോൾ മൂന്നാമത്തെ കൈ വരുമ്പോഴും പുള്ളി അതിൻ്റെ റിയാക്ഷൻ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതത്ര സേഫ്റ്റി കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിലുള്ള പഞ്ച് റിയാക്ഷൻസ് ആദ്യം പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം 3 വേരിയേഷൻസിലേക്ക് വരിക, കിക്കിലേക്ക് വരിക, പിന്നെ ബേസിക് ആയിട്ടുള്ള 3 ഫോൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 ഫോളും അത് ബെഡില്ലാത്ത രീതിയിൽ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. പക്ഷേ നമ്മൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ബെഡ് ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം കാണിച്ചത്. അത് എല്ലാവരും ബെഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ പലരും സിനിമയിൽ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, പുള്ളി ഇവരൊക്കെ ഇത് ചെയ്യാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വരാൻ വേണ്ടി വാങ്ങിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരിക്കലും ഇല്ല. ഇതൊക്കെ ഇത്ര ഡിസ്റ്റൻസ് സേഫിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. പിന്നെ ഞങ്ങൾ സ്റ്റണ്ട് ക്യാമ്പ്സൊക്കെ നടത്താറുണ്ട്. ഞങ്ങൾ ഓരോ മാസത്തിലൊക്കെ നടത്താൻ നമ്മൾ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിലാണ് നമ്മളിത് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ സിനിമാസ്റ്റിക് ഫൈറ്റ് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ലൊക്കേഷനിൽ വന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ സമയം നമുക്ക് പോകുന്നത്. എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഫൈറ്റ് അറിയാമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച ആളുകൾ വരുന്നുണ്ട്. പക്ഷേ റിയാക്ഷനും പഠിക്കണം. റിയാക്ഷനും കൂടി പഠിച്ചാലാണ് ഇത് ഒരു സിനിമ ഫൈറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.